ഈ മന്ത്രശാലയെ വെച്ചിട്ടാണ് 1741 കുളച്ചിൽ യുദ്ധത്തെക്കുറിച്ച് രാജാവ് തീരുമാനമെടുക്കുന്നത്. ഈ കുളച്ചിൽ യുദ്ധത്തെക്കുറിച്ച് ആരും പറയാത്ത കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞുതരാം. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലായിരുന്നു ഈ യുദ്ധം നടന്നത്. ആദ്യമായിട്ടാണ് ഒരു യൂറോപ്യൻ പവറിനെ ഒരു ഏഷ്യൻ പവർ തോൽപ്പിക്കുന്നത്. ഈ യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം കുരുമുളക് വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട ചില തർക്കങ്ങളായിരുന്നു. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം, മാർത്താണ്ഡവർമ്മയുടെ പാളയത്തിൽ നിന്ന് അറിയാതെ പോയ ഒരു പിരങ്കി ഉണ്ട ഡച്ചുകാരുടെ പാളയത്തിൽ പതിക്കുകയും അങ്ങനെ അവരുടെ അധപതനം തുടങ്ങുകയാണ് ചെയ്യുന്നത്. യുദ്ധം അവസാനിക്കുന്നതിന് 2 ദിവസം മുന്നെയാണ് ഇത് നടന്നത് കേട്ടോ. മാർത്താണ്ഡവർമ്മ മാത്രമായിരുന്നില്ല യുദ്ധത്തിലുണ്ടായിരുന്നത്. ആക്ച്വലി മാർത്താണ്ഡവർമ്മനെ സഹായിക്കാൻ വേണ്ടി ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ഉണ്ടായിരുന്നു, പിന്നെ ചില കൂറുമാറിയ ഡച്ചുകാരും. പക്ഷേ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു ചരിത്രം മുക്കുവന്മാരുടെയാണ്. മുക്കുവന്മാർ തങ്ങളുടെ രാജ്യത്തെ ചതിക്കില്ല എന്ന് മാത്രമല്ല, തങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുകയും കൂടിയാണ് ചെയ്തത്. ഈ യുദ്ധത്തിന് ശേഷമാണ് ഡി ലാനോയ് എന്നുള്ള ഒരു ഡച്ച് പോരാളി മാർത്താണ്ഡവർമ്മ ആർമിയിൽ ചേരുകയും വലിയ കപ്പിത്താൻ എന്ന പദവി അലങ്കരിക്കുകയും ചെയ്യുന്നത്. ഈ ചരിത്രം അങ്ങനെയാണ്. ചരിത്രത്തിൽ പുതിയ വ്യാഖ്യാനങ്ങൾ വരും, പുതിയ വർത്തമാനങ്ങൾ വരുമ്പോൾ പുതിയ വിശദീകരണങ്ങളും വരാം. താങ്ക് യു.